ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നമ്മുടെ തമ്മിൽ കണ്ട പോലെ ഇന്ന് രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഇപ്പൊ ഒരു പനി സീസണൊക്കെ ആണല്ലോ. അപ്പൊ പനിക്കാണെങ്കിലും സദ്യക്കാണെങ്കിലും ഒക്കെക്കും പറ്റിയ നല്ല അടിപൊളി നല്ല ചൊടിയുള്ള രസം. ഓക്കെ, അപ്പൊ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഇപ്പൊ നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പരിപ്പ് വളരെ കുറച്ച് മതി കേട്ടോ. കാരണം രസം നല്ല വെള്ളം പോലെയല്ലേ ഉണ്ടാവുക. ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് പരിപ്പ്. പിന്നെ തക്കാളി ഞാനൊരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലി, ഞാൻ ഹോൾ മല്ലി എടുത്തിട്ടുള്ളത്, അതായത് കൊത്തമല്ലി എടുത്തിട്ടുള്ളത്, കുരുമുളക്, ചെറിയ ജീരകം. ഇത് 2 ചുള വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പക്ഷെ നല്ല സൈസുള്ള വെളുത്തുള്ളി അത് കേട്ടോ. ചെറിയ അല്ലിയൊക്കെ ആണെങ്കിൽ ഒരു 4-5 വരെ എടുക്കാം. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു നാരങ്ങ, ചെറുനാരങ്ങ വലുപ്പത്തില് പുളി എടുത്തിട്ടുണ്ട്. പിന്നെ വറവിനായിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും വട്ടത്തിൽ അരിഞ്ഞതും, കരുവേപ്പിലയും, ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മല്ലിയിലയും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ വേണം. ഞാനിത് ഇവിടെ വെച്ചിട്ടില്ല, അതും കൂടെ വേണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് പെട്ടെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പരിപ്പ് കഴുകിയതാണ്. പിന്നെ തക്കാളി ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം കുറച്ചധികം ആയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ വെള്ളം പോലെയല്ലേ രസം വേണ്ടത്. വെള്ളം ഒഴിച്ചു. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിന്റെ മേലെ കൂടെ ഒന്ന് ഒഴിക്കാം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പരിപ്പ് തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വേവാൻ വെക്കാം. ഒരു നല്ലോണം വെന്തുടയണം കേട്ടോ. ഒരു 3-4 വിസിൽ അല്ലെങ്കിൽ ഒരു 5 വിസിൽ വന്നാലും കുഴപ്പമില്ല. നമുക്ക് പരിപ്പും തക്കാളിയൊക്കെ നല്ലോണം വെന്തുടയണം. അപ്പൊ എന്തായാലും വിസിൽ വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ നേരം കൊണ്ട് നമുക്ക് പോയിട്ട് നമ്മുടെ അരപ്പ്, അതായത് ചതച്ചെടുക്കാനുള്ള സംഭവങ്ങൾ റെഡിയാക്കിയിട്ട് വരാം. അപ്പൊ നമ്മൾ അരപ്പിനായിട്ട് ആദ്യം തന്നെ കുരുമുളക്, ജീരകം, അതായത് ഇതിനുള്ള സാധനങ്ങൾ, ഈ പ്ലേറ്റിൽ വെച്ച സാധനങ്ങൾ, കൊത്തമല്ലി, വെള്ളുള്ളി, ഇത്രയും ഒരു ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് തിരിച്ചു വരാം. ഇതാ ഞാൻ പൊടിച്ചെടുക്കുക എന്നാ പറഞ്ഞു തോന്നുന്നു അല്ലെ. പൊടിക്കില്ല കേട്ടോ, ചതക്കുക. കാരണം വെളുത്തുള്ളി ഉണ്ടാവുമ്പോൾ എന്തായാലും പൊടിക്കാൻ പറ്റില്ലല്ലോ. അത് നന്നായി ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ ചതച്ചത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അതേപോലെ ആ നേരം കൊണ്ട്, നമുക്ക് പരിപ്പ് വേകുന്ന നേരം കൊണ്ട് ഇതാ പുളി ഉണ്ടല്ലോ, അതൊന്ന് നല്ലോണം വെള്ളം ഒഴിച്ച് നല്ലോണം പിഴിഞ്ഞെടുക്കാം. ഞാൻ പിഴിയുന്നത് കാണിക്കുന്നൊന്നുമില്ല, എന്തായാലും പിഴിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, പുളി നേരത്തെ പറഞ്ഞ പോലെ പിഴിഞ്ഞ് നല്ല പുളിവെള്ളമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും വിസിൽ വരട്ടെ, വരാൻ തുടങ്ങിയിട്ടില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനൊരു 5 വിസിൽ വരുത്തി, വിസിൽ ഓഫ് ചെയ്തിട്ട്, അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവി പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഒരുവിധം നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് അടുത്തതായിട്ട് പുളിവെള്ളം ഒഴിക്കണം. അതിന്റെ മുമ്പ് ഞാൻ അടുപ്പ് ഒന്നുകൂടെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചിട്ടും ഒക്കെ ഇനി വീണ്ടും നല്ലോണം തിളയ്ക്കണം. അപ്പൊ ബാക്കി വേവാൻ വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ അപ്പം അങ്ങോട്ട് ആയിക്കോളും. ഇത് നല്ലോണം തിളയ്ക്കട്ടെ, അതിനായിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ നേരത്ത് ഒന്നുകൂടെ നല്ലോണം വെട്ടി തിളക്കട്ടെ.
ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം വേറെ അടുപ്പിൽ തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. കാരണം ഇത് രസം നല്ല വെള്ളം പോലെ വേണ്ടേ. നമ്മൾ ഈ ചതച്ചതും കൂടെ ഇടുമ്പോൾ ഒന്നും കൂടെ കൊഴുക്കും. അപ്പം ഞാൻ പറയണമെന്നുള്ളത് കാണിക്കുന്നില്ല. ഞാൻ വേറെ അടുപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പൊ പുളി നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കിടന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച കൂട്ടുണ്ടല്ലോ അതിട്ടിട്ട് അതും കൂടെ ഒന്ന് നല്ലോണം തിളച്ചോട്ടെ. ഒന്ന് കൊഴുത്തു. നമുക്ക് ആ വെള്ളം തിളച്ചാൽ അതും കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. അതാ നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് വറവിനുള്ളത് റെഡിയാക്കാം കേട്ടോ. അതിനായിട്ടതാ ഞാനൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നോൺ സ്റ്റിക് ചട്ടി എടുത്തത്, ഏത് ചട്ടി വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് പറിച്ച് വെളിച്ചെണ്ണ ഇതാ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വറവിക്കാം. മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ നന്നായി മൂത്തുണ്ട്. ഇത് നമുക്ക് ടെസ്റ്റിലേക്ക് ഇടാം. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയിലയും കൂടെ ഇടാം. മല്ലിയില ഇടുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ കംപ്ലീറ്റ് ആവണമെങ്കിൽ സത്യം പറഞ്ഞാൽ മല്ലിയിലയും കൂടെ വേണം. ഇനി കുറച്ചു നേരം ഇത് ഈ പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ. നമ്മൾ പറയുന്ന പോലെ പാത്രപാകം വരണം, എന്നിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ഇതാ നമ്മുടെ അട്ടിപ്പൊളി നല്ല ചൊടിയുള്ള രസം റെഡി ആയിട്ടുണ്ട്. ഇതെന്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ പോലെ ഈ പനിയുടെ സമയത്തും ജലദോഷമുള്ള സമയത്തും ഒക്കെ കൂട്ടാനും നല്ലതാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, അതിന് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.